ഹലോ, എല്ലാവർക്കും ആംബിക്കോണിൻ്റെ പോസിറ്റീവ് ലൈഫിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പ്രത്യേകിച്ച് ഒരു ടോപ്പിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, കമൻസിനെ കുറിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാം എന്നുള്ളതാണ്. ഞാൻ ലാസ്റ്റ് ഇപ്പോൾ എടുത്ത വീഡിയോ, അതായത് അഭിഹിതത്തിനെ എന്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള വീഡിയോ, അതിന് തംബ്നെയിൽ മാത്രം കണ്ടിട്ട് അതിൻ്റെ താഴെ പോയിട്ട് കമൻറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. ഒന്ന്, നിങ്ങളെ ഉടായിപ്പ്, നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ അതിലേക്ക് കയറ്റുന്നത്? നിങ്ങൾക്കാവണമെങ്കിൽ ആയിക്കോളൂ, എന്തിനാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്? ഒന്ന്. രണ്ടാമത്തേത്, അങ്ങനെയാണെങ്കിൽ ഒരാളിൽ ഒതുങ്ങാൻ കഴിയാത്തവർ വിവാഹത്തിന് നിൽക്കരുത്. പിന്നെ കുറേ അനാവശ്യങ്ങളുണ്ട്. പിന്നെ ചിലർ എനിക്ക് കടി ഞാൻ മാറ്റിത്തരണോ, അങ്ങനത്തെ കമൻസൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് അത്ര മറ്റുള്ളവർക്ക് വായിക്കുമ്പോൾ അത്ര സുഖമുള്ള കാര്യങ്ങളായിരിക്കില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തെന്ന് മാത്രം. വിത്ത് ഫേസിൽ വന്നിട്ട് ഇതൊക്കെ ഒന്ന് സംസാരിക്കുന്നേ പ്ലീസ്. അങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ശരിക്കും കൊടുക്കേണ്ടത് വീട്ടിൽ പോയിട്ട് അമ്മനെയോ പെങ്ങളോടൊക്കെ ഒന്ന് അവർക്കൊക്കെ ചൊറിച്ചിലുണ്ടോ നോക്കിയിട്ടൊന്ന് മാറ്റി കൊടുക്കുന്നതായിരിക്കും. ഇത്രയും വൃത്തിയില്ലാണ്ടൊക്കെ കമൻറ്റ് ചെയ്യുന്ന ഒരാളെ എനിക്ക് കടി മാറ്റാൻ എൻ്റെ അടുത്ത് വരേണ്ട ഒരാവശ്യമില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ആവശ്യമില്ല. ഒരു മാൻ, ബേസിക്കായിട്ടുള്ളൊരു മെൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കോൺസെപ്റ്റിൽ വുമണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, വുമണിനെ അഡ്മയർ ചെയ്യുന്ന, വുമണിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന. എനിക്ക് എന്നെ റെസ്പെക്റ്റ് ചെയ്തില്ലേ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും എന്നെ റെസ്പെക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ. ഞാൻ റെസ്പെക്റ്റ് ആഗ്രഹിക്കുന്നുണ്ട്, ഞാനത് ഡിസേർവ് ചെയ്യുന്നുണ്ട്, അതെൻ്റെ അവകാശമാണ്. അപ്പം ബേസിക്കായിട്ട് അതില്ലാത്ത, അതായത് അതൊക്കെ ഉള്ളപ്പോഴാണ് എനിക്കൊരാണ്. അതില്ലാത്ത ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുമ്പം എനിക്കതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റും തോന്നുന്നില്ല, കാരണം ആണാന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പിന്നെ എൻ്റെ മുഴുവൻ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ കറക്റ്റ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യം ഇതാണ്. അതായത് മനുഷ്യർ പോളിഗോമിയാണ്. പക്ഷേ ഗേൾസിന് കൂടുതൽ സെക്ഷൽ ഡിസയേഴ്സ് മീറ്റ് ചെയ്യുന്നത് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനിലൂടെയാണ്. പക്ഷെ മെന്നിന് സെക്സ് തന്നെയാണ്. അതിന് ഇമോഷൻസ് കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്ട്രാ ലെവൽ അവർക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. അതായത് അവർക്ക് അവരുടെ മാക്സിമം ഇൻപുട്ട് അതിൽ കൊടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് അത് കൂടുതൽ മനോഹരമാവുന്നത്. ഈ ഇമോഷൻ പാഷനും ആവാം, ഒരാളെ കിട്ടണം എന്നുള്ള തീവ്രമായ ആഗ്രഹവും ആവാം. അപ്പം അതൊക്കെ കൂടി അവർക്ക് അവരുടെ സെക്ഷൽ രീതി ഡിഫറെൻ്റാണ്. അപ്പം പെണ്ണിനെ സംബന്ധിച്ച് പെണ്ണിൻ്റെ ഇമോഷണൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു പരിധിവരെ, ഞാൻ ഒരു പരിധിവരെ എന്നേ പറഞ്ഞുള്ളൂ. കാരണം ഇപ്പോൾ നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കൂടുതലാണ്. കൂടുതൽ നിങ്ങളെക്കാൾ, ഭർത്താവിനേക്കാൾ എഫേർട്ട് ഇടാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ചുറ്റുമുണ്ട്. അവരുടെ പാഷനും അതിൻ്റെ എക്സ്റ്റസിയും ഒക്കെ കാണിച്ചു കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാരുള്ളപ്പം ഇമോഷണൽ നീഡ് കുറച്ച് ഈ പാഷനിലേക്കൊക്കെ മാറാനും വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നിങ്ങൾ വൈഫിനെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് ഫുഡ് കൊടുക്കുന്നുണ്ടോ, ഡ്രസ്സിന് പോകുന്നുണ്ടോ, ഷോപ്പിങ്ങിന് പോകുന്നുണ്ടോ? എത്ര പേര് ഭാര്യ ബ്യൂട്ടിഫുള്ളാന്ന് മറ്റൊരാളോട് പറയാൻ തയ്യാറാവുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്ക്. അതുപോലും ഇല്ല. എൻ്റെ ഭാര്യ ബ്യൂട്ടിഫുള്ളാണ്, ഞാൻ അവരെ കിട്ടിയതിൽ ഒരുപാട് ഹാപ്പിയാണ്, ഞാൻ ലക്കിയസ്റ്റ് പേഴ്സണാണ്. അത് പറയാൻ പാടില്ല എന്നുള്ളതാണ് മലയാളി ചിന്തിക്കുന്നത്. അതിൻ്റെ റീസൺ മലയാളി പറയുന്നത് ഞാൻ പെൺകോന്തരാണെന്ന് വിചാരിക്കും. അതല്ലെങ്കിൽ പിന്നെ ആ പെണ്ണിനെ അഡ്മയർ ചെയ്യണ്ട. ബാക്കിയുള്ള ലോകത്തിലുള്ള ഏത് കൂതര പെണ്ണിനെ വേണമെങ്കിലും അഡ്മയർ ചെയ്യുന്ന ലെവലിലേക്ക് മലയാളി മെൻ, ഞാൻ എല്ലാ മെന്നിനെയും പറയുന്നില്ല, മെൻ എല്ലാവരും അങ്ങനെയൊന്നുമല്ല, മലയാളി മെൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അത് എന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ അഭിഹിതത്തിലേക്ക് മലയാളി മെന്നിനെ എത്തിക്കുന്നുള്ളതാണ്. മലയാളി മെൻ മാത്രമാണ് അഭിഹിതം ചെയ്യുന്നതൊന്നുമല്ല, പക്ഷേ കൂടുതൽ അവനെ അതിലേക്ക് എത്തിക്കും. കാരണം അവനും പെണ്ണിനെ അഡ്മയർ ചെയ്യാനും പെണ്ണിനെ ഹാപ്പി ആക്കാനും പെണ്ണിനെ എക്സ്റ്റസിയിലേക്ക് എത്തിക്കാനും ഒക്കെ ആഗ്രഹമുള്ള ആളാണ്. അപ്പം ആൾ
സ്വയം ഇപ്പം നമ്മളോട് തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലൂടെയാണ് നമ്മളായി തീരുന്നത്. ഇപ്പം സ്വന്തം ഭാര്യ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അവൾ കിട്ടിയതിൽ, ഞാൻ ഭയങ്കര പ്രൗഡാണ് എന്നൊന്നും സ്വയം പറഞ്ഞിട്ട് അതൊരു അഫർമേഷനായിട്ട് മാറിയിട്ട് നമ്മുടെ ഉള്ളിൽ ആ തോട്ട് കൂടുതൽ പൊട്ടൻഷ്യലിൽ വരാനും അത് കൂടുതൽ സ്നേഹത്തിലേക്ക് മാറാനും ഒക്കെയുള്ളൊരു സാധ്യതകൾ മലയാളി മെൻ ഒഴിവാക്കി കളയുന്നുണ്ട്. അത് ആ ഒരു ഫീലിംഗ് ഇല്ലാത്തടത്തോളം കാലം മറ്റൊരാര് വരുമ്പോഴും സ്റ്റിമുലേറ്റഡ് ആവുകയും പാഷൻ തോന്നുകയും താല്പര്യം തോന്നുകയും ഒക്കെ ചെയ്യും. ഇപ്പം അങ്ങനെ ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടെന്നൊക്കെ അതൊക്കെ അങ്ങനെ അത്രയ്ക്കൊരു എന്തായാലും ആ ഒരു സ്റ്റിമുലേഷനും ആ ഒരു അട്രാക്ഷനും ഒക്കെ വരും. അതിൽ പെർസിസ്റ്റ് ചെയ്യുന്നത് പാർട്ട്ണറിനോട് ഉള്ള താല്പര്യത്തിൻ്റെ അനുസരിച്ചിരിക്കും. പാർട്ട്ണറിനെ ചീറ്റ് ചെയ്യണോ വേണ്ടയോ, പാർട്ട്ണറിന് റെസ്പെക്റ്റ് ചെയ്യണം. പാർട്ട്ണറിന് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ ഒരിക്കലും വേറെ റിലേഷൻഷിപ്പിൽ പോയിട്ട് അവളുടെ അടുത്ത് പോയിട്ട് നിൽക്കാൻ ശ്രമിക്കില്ല. അപ്പം ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റെസ്പെക്റ്റ്ഫുള്ളായിട്ട്, അങ്ങനെ ഭർത്താവിന് റെസ്പെക്റ്റ്ഫുള്ളാകുന്ന രീതിയിൽ വൈഫിന് നിൽക്കാനും പറ്റണം. അപ്പോൾ വൈഫ് ഞാനെല്ലാം ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെയൊന്നുമല്ല. നമ്മളെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. നമ്മളങ്ങനെ ഓവർ അവൈലബിൾ ആവാണ്ടിരിക്കുക, ഇതൊക്കെ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വുമണ് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന എപ്പോഴും ഇഷ്ടമാണ്. ഇപ്പം ഇൻസ്റ്റാഗ്രാമും ഇതൊക്കെ ഉള്ളതുകൊണ്ട് പണ്ടായിരുന്നു നമുക്ക് ലൈക്കിനോടും കമൻറ്റിനോടും, നമ്മളൊരാൾ അടുത്തൂടെ പോകുമ്പോൾ നമുക്കൊന്ന് കമൻറ്റ് ചെയ്താൽ നമ്മൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. നമ്മൾ വീട്ടിൽ പോയി പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് അടിയിടിപ്പിക്കും. പക്ഷേ ഇപ്പോൾ കമൻ്റൊന്നും വന്നില്ലെങ്കിലാണ് പ്രശ്നം. നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. നമുക്ക് കിട്ടുന്ന അപ്രീസിയേഷൻ അംഗീകരിക്കാൻ നമ്മൾ റെഡിയാണ്. അപ്പം എത്ര ഭംഗിയില്ല എന്ന് നമുക്ക് തോന്നുന്ന, അതായത് നിങ്ങളുടെ കണ്ണിന് തോന്നുന്ന ആളും മറ്റ് പലരുടെയും കണ്ണിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പം അവർക്ക് അവരോടത്തുനിന്ന് കിട്ടുന്ന പല കാര്യങ്ങളിലും അവരതിലേക്ക് ഡൈവേർട്ടായി പോകുന്നു. അങ്ങനെ പോവാതിരിക്കണമെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര ഇൻറ്റിമസി വേണം, ഭയങ്കര ലവ് വേണം, ഭയങ്കര പാഷൻ വേണം, ഭയങ്കര റെസ്പെക്റ്റ് വേണം. ഇതെല്ലാം ഉണ്ടാവണമെങ്കിൽ ദ ബെസ്റ്റ് ഒരു സ്മൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബോണ്ട് റെസ്പെക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഇപ്പം എന്നെ വിളിക്കുന്ന ആളുകൾ പലരും ഓൾറെഡി ഗിൽറ്റിയിൽ നിന്നിട്ട് വിളിക്കുന്ന ആൾക്കാരാണ്. അതായത് ഞാനിങ്ങനെ തെറ്റ് പറ്റിപ്പോയി, എനിക്കറിയാം ഇതിങ്ങനെ അല്ല, ഞാൻ ചെയ്യാൻ പാടില്ല എന്നൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരാൾ, അയാളാണ് എൻ്റെ ക്ലൈൻറ്റ്. അപ്പോൾ ആ ക്ലൈൻറ്റിൻ്റെ ആ ഒരു മോശം മാനസികാവസ്ഥ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റത്തെ ധർമ്മം. അല്ലാതെ നിങ്ങളുടെ ഭർത്താവിനോട് ചതി ചെയ്യുന്നു, നിങ്ങൾ പോയി മാപ്പ് പറയൂ, നിങ്ങൾ കാല് പിടിക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോട് ചെയ്യുന്ന തെറ്റാണ്, ഇത് അങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞു കൊടുക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കില്ല അവരുണ്ടാവുക. അപ്പം എനിക്ക് പറഞ്ഞു കൊടുക്കാൻ തോന്നലുമില്ല, അതെൻ്റെ കടമയുമല്ല. എനിക്ക് ആകെ പറഞ്ഞു കൊടുക്കാനുള്ളത് അവരുടെ ഇമോഷനെ എങ്ങനെ അവർ സ്റ്റെബിലൈസ് ചെയ്യണം, അവർ മിസ്റ്റേക്കാണോ ചെയ്യുന്നത് അല്ലയോ. അത് എന്നെ സംബന്ധിച്ച് ഒരാൾ സ്നേഹിക്കപ്പെടണം എന്നുള്ളത്, ഒരാൾക്ക് തൃപ്തിയായ സെക്സ് കിട്ടണം എന്നുള്ളത് അയാളുടെ അവകാശമാണ്. അത് കിട്ടാത്തിടത്തോളം അയാൾ വേറെ പോകുന്നതിൽ തെറ്റ് പറയാനില്ല. പക്ഷേ അതിനു വേണ്ടി മറ്റൊരാളെ ചതിക്കുന്ന അല്ലെങ്കിൽ ആ ബന്ധത്തിൽ നിന്നുകൊണ്ട് ഇത് ചെയ്യുന്നതിനോട് വലിയ അഭിപ്രായമില്ല. ഇതാണ് എൻ്റെ വീഡിയോ. പക്ഷേ ഇതൊന്നും കേൾക്കാതെയാണ് ഇതൊക്കെ വന്ന ആൾക്കാർ പറയുന്നത്. ഇത് കുഴപ്പമില്ല. പക്ഷെ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സ്ഥിരം കാണുന്ന വ്യൂവേഴ്സ് ഈ പറയുന്ന പോലെ തന്നെയാണ്, ഇവരൊക്കെ കേട്ടതുപോലെയാണോ ഇതിനെ കണ്ടിരിക്കുന്നത്, കറക്റ്റ് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിക്കേറ്റ് ആയില്ലേ എന്നുള്ള ഒരു ഫീൽ എനിക്ക് വന്നോണ്ടാണ്. അപ്പം അല്ലാതെ ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അവിഹിതത്തിനെ പ്രോത്സാഹിപ്പിക്കുക എന്നല്ല. ഈ അവിഹിതം എന്നുള്ള വേർഡ് തന്നെ തെറ്റാണ്. എവ്രി വൺ ഡിസേർവ് ലവ്, ടു ബി ലവ്ഡ്. അതാണ് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം മനുഷ്യനെ സംബന്ധിച്ച്. പിന്നെ അങ്ങനെ പോകുന്നത് പലപ്പോഴും ലവാന്ന് വിചാരിച്ചിട്ട് പോകുന്നത് അതിനേക്കാളും ഭീകരമായ അവസ്ഥയിലേക്കായിരിക്കും എന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കലുണ്ട്. അതിൽ റെഡ് സിഗ്നൽസ് കാണിച്ചു കൊടുക്കാറുണ്ട്. ബട്ട് ഇറ്റ് ഡസൻറ്റ് മീൻ ഞാൻ അവിഹിതത്തിനെ എതിർക്കുന്നു എന്ന്, അങ്ങനെയും ഇല്ല. അത് പോകുന്നത്
പിന്നെ ആ ഭർത്താവിനോടോ ആ മറ്റേ ഭാര്യയുടെ അടുത്തോ നിങ്ങളെ മാത്രം വിചാരിച്ചിരിക്കുന്ന ആളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരെ ചീറ്റ് ചെയ്യരുത്. പിന്നെ വളരെ മോശമായിട്ട് വളരെ റൂഡായിട്ട് നിങ്ങൾക്ക് ഒരു ബേസിക് റെസ്പെക്റ്റ് വരാത്തത് കൊണ്ടായിരിക്കണമല്ലോ ഇങ്ങനെ പോകുന്നത്. ഗേൾസിനെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. ബോയ്സിനെ സംബന്ധിച്ച് അങ്ങനല്ല. ബോയ്സ് കുറച്ചുകൂടിയും ഇമോഷണലി കുറച്ച് സെക്സിനോടും മറ്റ് ഒരു കൗതുകം ഉണർത്തുന്ന കാര്യങ്ങളോടൊക്കെ താല്പര്യമുള്ളത് കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ എത്ര നല്ല റിലേഷൻഷിപ്പിലാണെങ്കിലും ചിലപ്പം ആണ് മറ്റൊരാളെ നോക്കുകയൊക്കെ ചെയ്യും. പെണ്ണിനെ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരാൾ മനസ്സിലുള്ള സമയത്ത് മറ്റൊരാളെ നമുക്ക് ആ രീതിക്ക് നോക്കാൻ കുറച്ച് പ്രയാസമാണ്. നമുക്ക് വേറെ എത്ര ആൾക്കാർ മുന്നിലൂടെ പോയാലും നമുക്ക് തോന്നില്ല. പക്ഷെ മെന്നിനെ സംബന്ധിച്ച് അതിൻ്റെ ഡോപ്പമിൻ്റെ അളവ് ഭയങ്കര ഹെവി ആയിട്ട് നിൽക്കുന്ന ഒരു പീരീഡിൽ നമുക്ക് ബോയ്സിന് മറ്റൊരാളോട് അട്രാക്റ്റ് തോന്നില്ലെങ്കിലും പക്ഷേ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊന്ന് അവരറിയാതെ അതുമായിട്ടൊന്ന് അതിനൊന്ന് നോക്കെങ്കിലും ചെയ്യും. അതിന് ശേഷം അവർ രണ്ടാമത് ലീഡ് ചെയ്യുന്നത് ഞാനിത് ചെയ്യാമോ ചെയ്യരുതോ. അപ്പം അവിടെയാണ് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ചിന്തിക്കേണ്ട കാര്യം എന്നാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞത്. അത് മനസ്സിലാക്കണം.